ഭഗവാന്. അപ്പം നമ്മുടെ മനസ്സ് സ്വയം നമ്മൾ പറഞ്ഞ് പരിശീലിക്കണം, ഭഗവാനുണ്ടല്ലോ, അദ്ദേഹം എനിക്കൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല. അതുകൊണ്ട് മനസ്സിനെ കുറച്ചു നേരം ശാന്തമാക്കി നാമം ജപിപ്പിച്ചുകൊണ്ട് ശാന്തമാക്കുമ്പോൾ നമുക്ക് വ്യക്തമാവും ഇതാണ് വഴി, ഇതാണ് ഇതിനുള്ള പരിഹാരം എന്ന്. അത് നമ്മൾ അഭ്യസിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി. അതിന് പകരം നമ്മൾ എനിക്കിങ്ങനെയാണ് പ്രതീക്ഷ, അതങ്ങനെ തന്നെ സംഭവിക്കണം എന്നൊക്കെ മനസ്സിലങ്ങോട്ട് തെറ്റായി കരുതുമ്പോണ്ടല്ലോ, നമ്മൾ വാസ്തവത്തിൽ വഴി കണ്ടെത്തില്ല ചെയ്യുന്നത്. നാം ആഗ്രഹിക്കുന്ന വഴി നടത്തിത്തരണമെന്ന് ദൈവത്തിനോട് കമാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ആളുകൾ വഴിപാടുകളൊക്കെ ആയിട്ട് പോകുന്നത്. അമ്പലങ്ങളിൽ ഈ പരീക്ഷാ സമയമായി ഇനി തേങ്ങ മുട്ടിക്കലുണ്ട്. തേങ്ങ മുട്ടിക്കലും തേങ്ങ തൂക്കിയിടലും ഈ പരീക്ഷയും തേങ്ങയായിട്ട് എന്താ ബന്ധം എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ തേങ്ങ മുട്ടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പരീക്ഷ പാസ്സാക്കി തരും എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ. കുട്ടികളെ അങ്ങനെയൊന്നും നിങ്ങൾ വളർത്തരുത്. അങ്ങനെയല്ല വളർത്തേണ്ടത്. ഏത് പ്രശ്നം വന്നാലും, ഏത് പരീക്ഷയ്ക്ക് ഏത് ചോദ്യം വന്നാലും എനിക്കത് എൻ്റെ ബുദ്ധിയിൽ തോന്നാനുള്ള ഒരു വിവേകം, ഭഗവാനെ അതിനെനിക്ക് ശക്തി തരണേ, അങ്ങനെ പരിശീലിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിലല്ലോ ഏത് പ്രശ്നത്തിനും വഴി തെളിഞ്ഞ് കിട്ടും നമുക്ക്, ഏത് പ്രയാസത്തിനും. അപ്രകാരം ഇന്ദ്രനിത ഭഗവാന്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിന് വഴി തെളിഞ്ഞ് കിട്ടി. ഏത് വഴി? ദദീജി എന്ന് പറയുന്ന മഹർഷിയുടെ നട്ടെല്ലുകൊണ്ട് വജ്രായുധത്തെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ തൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നമായിരിക്കുന്ന വൃത്രാസുരനെ നേരിടാൻ സാധിക്കുമെന്ന്. ഇനി ഇതാ യുദ്ധത്തിന് വരണം. ഇപ്രകാരം ഭഗവാൻ പോയതിനു ശേഷം ഇന്ദ്രമേവം സമാദിശ്യ ഭഗവാൻ വിശ്വഭാവന പശ്യതാം അനിമേഷാണം തത്രൈവാന്തർദദേ ഹരി. ഇപ്രകാരം ഇന്ദ്രന് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഭഗവാൻ അന്തർധാനം ചെയ്തു. തദാഭിയാജിതോ ദേവൈ ഋഷിഭി അധർവണോ മഹൻ മോദമാനവാചേതം പ്രഹസന്നിവ ഭാരത. പിന്നീട് നദീജി മഹർഷിയുടെ ആശ്രമത്തിൽ പോകുന്നതും ആശ്രമത്തിൽ ചെന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നട്ടെല്ല് വാങ്ങിച്ചുകൊണ്ട് പിന്നീട് ആ വജ്രായുധത്തെ നിർമ്മിച്ചുകൊണ്ട് അവിടെ നിന്ന് ഐരാവത പുറത്തു കയറിക്കൊണ്ട് വൃത്രോ ദേവഗണൈ സർവേ ഗജേന്ദ്രോ പര്യശോഭതാം സ്തൂയമാന മുനിഗണൈ ത്രൈലോക്യം ഹർഷയന്നിവ വൃത്രമഭ്യദ്രവശേത്തും അസുരാനീകയൂതപൈ പര്യസ്തമോജസാരാജൻ ക്രുദ്രോ രുദ്ര ഇവാന്തകം. ഇപ്രകാരം ഒരു വശത്ത് അസുരന്മാരുടെ പട നയിച്ചുകൊണ്ട് വൃത്രാസുരനും വേറൊരു ഭാഗത്ത് ദേവന്മാരെ നയിച്ചുകൊണ്ട് ഇന്ദ്രനും, രണ്ടു കൂട്ടരും ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഇന്ദ്രന്റെ കയ്യിൽ വജ്രായുധമുണ്ട്, വൃത്രന്റെ കയ്യിൽ ഒന്നുമില്ല, തൻ്റെ സൈന്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും വജ്രായുധം കണ്ടതും ദേവന്മാരുടെ ശൗര്യമൊക്കെ കൂടി അസുരന്മാരുടെ ശക്തിയെല്ലാം ചോർന്നു. അവരെല്ലാം പിന്നോട്ട് പോവാൻ തുടങ്ങിയപ്പോൾ വൃത്രാസുരൻ പറഞ്ഞു, ഹേ നമൂജി, ഹേ ശംഭരോ, ഹേ നർവ ധിമൂർധ ഋഷഭോ അംഭര ഹയഗ്രീവ ശങ്കുശിര വിപ്രചിത്രേ അയോമുഖ പുലോമ. ആരുടെ പേരുകളാ? അസുരന്മാരുടെ പേരുകളാ. അതാരും എഴുതി വയ്ക്കണ്ട. ഈ പേരുകളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഡേയ് നിങ്ങൾ ഓടരുത്, പുറകോട്ട് പോവരുത്, തളരരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കൊക്കെ പ്രചോദനം കൊടുത്തുവെങ്കിലും അവരൊന്നും മുന്നോട്ട് വരുന്നില്ല. അതക്ഷീണാസ്ത്രശസ്ത്രൗക ഗിരിശൃംഗൃതുമോപലേ അഭ്യവർഷൻ സുരബലം ചിച്ചിതുസ്താംസ പൂർവവൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ശസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ദ്രന്റെ വജ്രായുധത്തിന്റെ മുന്നിൽ ഈ അസുരപ്രഭയെല്ലാം മങ്ങാൻ തുടങ്ങി. താനക്ഷതൻ സ്വസ്തിമതോ നിശമ്യാം ശസ്ത്രാസ്തഭൂകൈരഥവൃത്തനാഥ ദ്രുമേർഷിദ്ഭിർ വിവിധാസ്ത്രശങ്കൈ അവിക്ഷതാം തത്ര സുരേന്ദ്ര സൈനികൻ. ഈ ഒരു ശക്തിയുള്ള ഒരു പ്രഭാവമുള്ള വജ്രായുധം കിട്ടിയപ്പോൾ ദേവന്മാരുടെ പ്രഭാവം വർദ്ധിച്ച സമയത്ത് വാസ്തവത്തിൽ അസുരന്മാർക്ക് അതിനെ നേരിടാനുള്ള ശക്തിയും തൻ്റെ ഇടവും ഇല്ലാതെയായിപ്പോയി. അവര് തേ സ്വയം സ്വപ്രയാസം വിതതം നിരീക്ഷ്യ ഹരോ അഭക്താഹതയുദ്ധദർപ്പ പലായനാജിമുഖേ വിസൃജ്യ പതിം മനസ്സതേ തതുരാത്തസാരാം. അവർ പേടിച്ച് അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുന്ന സമയത്ത് ആ സമയത്ത് വൃത്രാസുരൻ അവരോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന 2-3 ശ്ലോകങ്ങളുണ്ട്. അത് വളരെ രസകരമാണ്. 10-ാമത്തെ അധ്യായത്തിൽ 31, 32, 33 ഈ ശ്ലോകങ്ങളുണ്ടല്ലോ, ഒരു അസുരന്റെ വായിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ്. പറയണു, കാലോപപന്നം രുചിരം മനസ്സിനാം ഉവാചവാചം പുരുഷപ്രവീര ഹേ വിപ്രജിത്തേ നമുജേ പുലോമൻ മയാർണവൻ ശംബരമേ ശൃണുദ്ധം. ഹേ വിപ്രജിത്തേ, അസുരന്മാരോട് പറയാണ്,
നിങ്ങൾ കേൾക്കൂ, ഞാൻ പറയുന്നത് നല്ലവണ്ണം കേട്ട് മനസ്സിലാക്കൂ, എനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന്. പറയാണ്, ജാതസ്യ മൃത്യുദ്രുവയേഷ സർവദാ പ്രതിക്രിയായസ്യ രജേഹ ഗുപ്താ ലോകോ യശാസ്ത്ര തതോ യദിഹ്യമും കോ നാമ മൃത്യും ന വൃണീതയുക്തം. ഈ ശ്ലോകം എവിടെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഭഗവത്ഗീതയിലെ ശ്ലോകം അതേ രീതിയിൽ വേറെ ഒരു ഭാഷയിൽ അവതരിപ്പിച്ച്, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു മാത്രം. അതേ തത്വത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്. ജാതസ്യ മൃത്യുർധ്രുവ, ജനിച്ചവർക്കെല്ലാം മൃത്യു ധ്രുവമാണ്. അവിടെ പറയും, ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമദസ്യ ച തസ്മാൽ അപരിഹാര്യർത്ഥേ നത്വം ശോചിതുമർഹസി. ജാതസ്യ ഹി ധ്രുവോ മൃത്യു, ജാതസ്യ ജനിച്ചവർക്ക്, മൃത്യു ധ്രുവം ജനിച്ചാൽ മരണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പ്രപഞ്ച വ്യവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണത്രേ? ഉണ്ടായി നിലനിന്ന് മറയുക എന്നതാണ്. അതാണ് പ്രപഞ്ചത്തിൽ വാസ്തവത്തിൽ മരണം എന്ന് പറഞ്ഞാൽ നാശം നർത്തെടുക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞൊരു കാര്യം വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, നിങ്ങൾ രാവിലെ ഇഡ്ഡലി കഴിച്ചു, ഉച്ചയ്ക്ക് ശാപ്പാട് കഴിച്ചു എന്നൊക്കെ വിചാരിക്കുക. ഒരു ജഡവസ്തുവാണ്, മരിച്ചു കിടക്കുന്ന വസ്തുവിനെയാണ്, ശവമായിരിക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ കഴിക്കുന്നത്. ശവം എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി ഫീൽ ചെയ്യരുതേ, ഒരു ഉദാഹരണം പറയാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത് മാത്രം. അതായത് സ്വയം ജീവനില്ലാത്ത വസ്തുക്കളെയാണ് നമ്മൾ കഴിക്കുന്നത്, അല്ലേ? അത് നമ്മുടെ ശരീരത്തിലേക്ക്, എങ്ങനെയുള്ള ശരീരത്തിലേക്ക്? ചൈതന്യമുള്ള ജീവനുള്ള ശരീരത്തിലേക്ക് ചേർന്ന് അത് ദഹിച്ച് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്ന് അതിനും ചൈതന്യമുണ്ടായിത്തീരുന്നു. അങ്ങനെ അത് നമ്മുടെ ശരീരത്തിലേക്ക് ചൈതന്യമുള്ളതായി തീർന്നു. അതേസമയം നമ്മുടെ ശരീരത്തിൽ ജീവനുള്ള ഒരംശം മരിച്ച് ജഡമായി മലമൂത്രങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അങ്ങനെ ഒരു വശത്ത് ജഡമായത് ചൈതന്യമായി തീരുന്നുണ്ട്, ചൈതന്യമായത് ജഡമായി തീരുന്നുണ്ട്. ഇനി അവിടെയും നിൽക്കുന്നില്ല അത്. ഇനി മലമൂത്രങ്ങളായി ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഭൂമി വലിച്ചെടുത്ത് വീണ്ടും ചെടികളൊക്കെ വലിച്ചെടുത്ത്, അല്ലേ? അങ്ങനെയൊക്കെ വീണ്ടും അത് ചെടികളിലേക്കും മറ്റും പകർന്ന് വീണ്ടും അത് ചൈതന്യമുള്ളതായി തീരുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? വീണ്ടും അതിലൂടെ ഫലമൂലാദികൾ വന്ന് ജഡവസ്തുക്കൾ വന്നു, നമ്മളതിനെ വീണ്ടും കഴിച്ച് അത് വീണ്ടും ചൈതന്യമായി തീരുന്നുണ്ട്. അപ്പൊ ഈ പ്രപഞ്ച വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ചൈതന്യം ജഡമാവുന്നുണ്ട്, ജഡം ചൈതന്യമാകുന്നുണ്ട്. ഇതൊരു സൈക്കിളാണ്, അതങ്ങനെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കൂ നിങ്ങൾ. ഈ ചൈതന്യമുള്ള ശരീരത്തിൽ നിന്നല്ലേ ജഡമായ രോമങ്ങൾ വന്നിരിക്കുന്നത്, ജഡമായിരിക്കുന്ന നഖം വന്നിരിക്കുന്നത്, ജഡമായ പല്ലുകൾ വന്നിരിക്കുന്നത്, അല്ലേ? ശരിയല്ലേ? അപ്പൊ ചൈതന്യത്തിൽ നിന്ന് ജഡവും, ജഡത്തിൽ നിന്ന് ചൈതന്യവും. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ ഈ ജഡത്തിന് ചൈതന്യമായി തീരണമെങ്കിൽ ആര് വേണം? ചൈതന്യമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിലാണ് ശ്രൂയതേ സചരാചരം. ഭഗവാൻ പറയുന്നു, ജഡമായി വികസിക്കുന്നു, വീണ്ടും അത് ചൈതന്യത്തിലേക്ക്, വീണ്ടും അത് വികസിക്കുന്നു, വീണ്ടും. ഇതിനെ പറയും ഉണ്ടായി നിലനിന്ന് മറയുക, ഉണ്ടായി നിലനിന്ന് മറയുക. അതുകൊണ്ടാണ് ഓങ്കാരത്തിന് 3 അക്ഷര തന്മാത്രകൾ ഈ അർത്ഥത്തെ വെച്ച് വ്യാഖ്യാനിക്കുന്നത്. ആ, ഊ, ആ എന്ന് പറഞ്ഞാൽ വേദനിച്ചിട്ട് കരയല്ല. ആ എന്ന് പറഞ്ഞാൽ വികസിക്കുക, ഉണ്ടാവുക. ഊ എന്ന് പറഞ്ഞാൽ നിലനിൽക്കുക. എന്ന് പറഞ്ഞാൽ ലയിക്കുക. അപ്പൊ പ്രപഞ്ച വ്യവസ്ഥ എന്ന് പറയുന്നത് ഉണ്ടായി നിലനിന്ന് മറയുകലാണ്. നമ്മൾ മരണം എന്നൊക്കെ പറയുമ്പോഴല്ലോ ഈ അർത്ഥത്തിൽ കണ്ടുകൊള്ളണം. ജാതസ്യ ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച. ജനിച്ചതെല്ലാം മരിക്കും, മരിച്ചതെല്ലാം ജനിക്കും എന്ന് ഭഗവാൻ പറയുമ്പോൾ ചൈതന്യമായത് ജഡമാവും, ജഡമായത് ചൈതന്യമാവും. നമ്മൾ ശ്വസിക്കുന്ന വായു, പ്രാണവായു ചൈതന്യമായി തീരുന്നുണ്ട്. അത് ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ പുറത്തേക്ക് കിടക്കുമ്പോഴേക്കും അത് ജഡമായി തീർന്നു. നാം കൊടുക്കുന്ന ജഡത്തെ ചെടികൾ ചൈതന്യമാക്കി മാറ്റുന്നുണ്ട്. അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ജഡമായത് നമ്മൾ ചൈതന്യമാക്കി മാറ്റുന്നുണ്ട്. ഇപ്രകാരം ജഡം ചൈതന്യവും ക്ലിയർ ആവുണ്ടോ നിങ്ങൾക്ക്? ഇതൊരു സൈക്കിളാണ്. അപ്പം നമ്മൾ ഈ ടെൻഷൻ എടുക്കുന്നതൊക്കെ വെറുതെയാണ്.
നിങ്ങൾ ടെൻഷൻ എടുത്താലും നിങ്ങൾ ടെൻഷൻ എടുത്തില്ലെങ്കിലും ഈ ശരീരം മണ്ണിലേക്ക് ചേരും. അത് വീണ്ടും ചൈതന്യമായ വസ്തുക്കൾ വലിച്ചെടുക്കും. വീണ്ടും അതിൽ നിന്ന് ജഡം വരും. വീണ്ടും അത് ചൈതന്യത്തിലേക്ക് ചേരും. ഇങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ വാസ്തവത്തിൽ നമ്മൾ വല്ലതിനെയും കുറിച്ച് സീരിയസ് ആവേണ്ടതുണ്ടോ? എന്താ ഉത്തരം പറയാത്തത്? വാസ്തവത്തിൽ വല്ലതിനെക്കുറിച്ച് സീരിയസ് ആവേണ്ടതുണ്ടോ? വല്ല അസുഖങ്ങളെക്കുറിച്ചോ കുട്ടികളെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ഉണ്ടോ? ചിലർക്ക് പിന്നെ ഒട്ടും സീരിയസ്നെസ് ഇല്ലേ? ഇവിടെ സീരിയസ് ആവേണ്ടത് ഒന്നേ ഉള്ളൂ. എന്ത്? ഏത് സമയത്തും കൂടെ ഭഗവാനുണ്ട് എന്നുള്ള ബോധത്തിൽ സീരിയസ് ആവണം. അതിലപ്പുറം ഒന്നും സീരിയസ് ആവാൻ ആരെ സമ്മതിക്കരുത്? മനസ്സിനെ സമ്മതിക്കരുത്. കാരണം അത് വരും, അത് പോവും. അത് നിങ്ങളും ഞാനും പിടിച്ചു വെച്ചതുകൊണ്ട് ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. അത് പ്രകൃതിയുടെ നിയമമാണ്. അതുകൊണ്ട് ജാതസ്യ മൃത്യുർദ്രവയേശ സർവദാ പ്രതിക്രിയായസ്യ ന ജേഹ ക്ലിപ്ത. ഇതിന് പ്രതിക്രിയയില്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇതിനെ ഒരാൾക്കും തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. എത്രത്തോളം ശാസ്ത്രം പുരോഗതി പ്രാപിച്ചു, എത്രത്തോളം പഠനങ്ങൾ നടന്നു, എന്നിട്ടും മരണത്തെ പിടിച്ചു വയ്ക്കാൻ, ശരീരത്തിൻ്റെ മാറ്റത്തെ പിടിച്ചു വയ്ക്കാൻ ഒരു ശാസ്ത്രത്തിനും സാധിച്ചില്ല. പുറമേക്ക് കുറേയൊക്കെ പിടിച്ചു വയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും, പുറമേക്ക് കുറേയൊക്കെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അകത്ത് പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടില്ല. ഉണ്ടോ? പക്ഷെ നമുക്ക് പുറമേക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുമ്പോഴും നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞു ലോകാ യശശ്ചാസ്തതോ യദിഹ്യമം കോ നാമ മൃത്യും ന വൃണീതയുക്തം. അതുകൊണ്ടുണ്ടല്ലോ കുട്ടികളെ, അസുരന്മാരെ, ഇതാണ് പ്രകൃതിയുടെ നിയമമെങ്കിൽ ധീരരായിട്ട് മരിക്കാൻ പഠിക്കണം. ഭീരുക്കളായിട്ട് മരിക്കരുത്. എപ്പോഴും നമ്മൾ ഡൈനാമിക്കായിട്ട് ജീവിതത്തെ കൊണ്ടു നടക്കണം. ഭയമില്ലാതെ മരണത്തെ നേരിടാൻ പഠിക്കണം. നിങ്ങൾ ഭയന്നാലും മരിക്കും, ഭയന്നിട്ടില്ലെങ്കിലും മരിക്കും. അതുകൊണ്ട് ഭയപ്പെടാതെ മരിക്കുവിൻ, ധീരരായിട്ട് മരിക്കുവിൻ എന്ന് വൃത്രാസുരൻ ആ ഗീതാതത്വം പറഞ്ഞു കൊടുക്കുകയാണ്. എത്ര മനോഹരം! ഗീതയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്. അവ്യക്ജാതസ്യഹിദ്രുവോ മൃത്യു. ഗീതയിലെ ആ ശ്ലോകങ്ങൾ ഓർത്തുവെക്കൂ. 2-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകം വീണ്ടും പറയും, അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. നേരത്തെ നിങ്ങൾ അവ്യക്തമായിരുന്നു, ഇപ്പോൾ നിങ്ങൾ വ്യക്തമായി വീണ്ടും അവ്യക്തതയിലേക്ക്. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ വരും. എന്താണ് ഈ അവ്യക്തതയും വ്യക്തതയും? ഇന്നത്തെ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവ്യക്തത എന്ന് പറഞ്ഞാൽ എനർജി എന്നർത്ഥം, വ്യക്തത എന്ന് പറഞ്ഞാൽ മാറ്റർ എന്നർത്ഥം. അതാണ് ഇന്നത്തെ ഭൗതിക ലോകം പറയുന്നത്. എനർജിയിൽ നിന്നാണ് മാറ്റർ വികസിച്ചു വരുന്നത്. ഏതൊരു വസ്തുവും വികസിച്ചു വരണമെങ്കിൽ ആദ്യം അത് ഏത് ഫോമിലായിരിക്കണം? എനർജിയുടെ ഫോമിലായിരിക്കണം. അത് നേരത്തെ സൂക്ഷ്മമായിരുന്നു, പിന്നീട് അത് സ്ഥൂലമാവുന്നു. ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഒരു വ്യക്തി മരിക്കുമ്പോണ്ടല്ലോ ആ സ്ഥൂലതയും സൂക്ഷ്മതയിലേക്ക് പോകുന്നു. ആ ശരീരത്തെ കൊണ്ടു നടന്ന സൂക്ഷ്മതയും അപ്പോഴും സൂക്ഷ്മമായി നിലനിൽക്കുന്നുണ്ട്. ശരീരത്തെ കൊണ്ടു നടന്ന സൂക്ഷ്മമായത് ആരാണ്? ഈ ശരീരത്തെ കൊണ്ടു നടന്നത് മനസ്സാണെങ്കിൽ ആ മനസ്സപ്പോഴും നശിക്കുന്നില്ല എന്ന് പറയുകയാണ്. ഇപ്പോൾ വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിന്തകളുള്ള മനസ്സ്, ആ ചിന്തകൾ മുഴുവൻ ശരീരത്തിൽ നിന്നും വേർപ്പെടുന്നതോടുകൂടി നമ്മളൊരു കരിമ്പിൻ്റെ ജ്യൂസ് എടുക്കുന്നത് പോലെയാണത്. ആ മനസ്സുകൾ വേർപ്പെടുന്നതോട് കൂടിയിട്ട് ശരീരം വേർപ്പെട്ടു. ആരും വേർപ്പെട്ടു? മനസ്സും വേർപ്പെട്ടു. ഇതാണ് പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം സൂക്ഷ്മമായ സാധനം സ്ഥൂലമായ ശരീരത്തിൽ നിന്നും വേർപ്പെടുന്നതാണ് മരണം. അപ്പോൾ ഈ ശരീരമോ സ്ഥൂലമായത് വീണ്ടും പ്രകൃതിയിലായിരുന്നു, നേരത്തെ അവ്യക്തമായിരുന്നു. അത് വീണ്ടും ഏതിലേക്ക് തിരിച്ചു പോകണം? പ്രകൃതിയിലേക്ക് തിരിച്ചു പോകണം. ഈ മനസ്സോ ഏതേത് സംസ്കാരങ്ങളാണോ അതിൽ നിൽക്കുന്നത്, ഏതിനെക്കുറിച്ചുള്ള സംസ്കാരങ്ങളാണോ അതിൽ നിൽക്കുന്നത്, ആ സംസ്കാരങ്ങളെ പൂർത്തീകരിക്കാൻ വീണ്ടും മറ്റൊരു ശരീരത്തെ എടുക്കണം. അപ്പോൾ ശരീരത്തെ എടുക്കുക എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ മനസ്സ് വീണ്ടും സ്ഥൂലതയിലേക്ക് പോകണം. ഇതാണ് പ്രകൃതിയുടെ നിയമം. ഇതാർക്കും ഇതിനെ മാറ്റിമറയ്ക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ
തത്ര കാ പരിദേവന. ഇതിൽ പരിഭവിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതിങ്ങനെയാണ് പ്രകൃതിയിലെ സംഭ്രമം എന്ന് പറയാൻ. അതുകൊണ്ട് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ, ദ്യോ സമ്മതോ ഇഹ മൃത്യുദ്ദുരാപോ യൽ ബ്രഹ്മ സന്ധാരണയാജിദാസോ കളേബരം യോഗരതോ വിജഹ്യൽ യദഗ്രനിർവീരശേത് നിവൃത്താം. ദ്യോ സമ്മതോ. ദ്യോ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് മരിക്കാം. ഒരുപാട് രീതി ഉണ്ടല്ലോ സ്വാമി, രണ്ട് രീതിയുള്ളൂ. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ധീരരായിട്ട് മരിക്കാം. ഇഹ സമ്മതോ. ഏതൊക്കെ രീതിയിലാണ്? ഒന്നാമത്തത്, യത് ബ്രഹ്മ സന്ധാരണയാജിദാസു കളേബരം യോഗരതോ വിജഹ്യൽ. തൻ്റെ മനസ്സിനെ ബ്രഹ്മസന്ധാരണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എവിടുന്നാണോ മനസ്സ് വന്നിരിക്കുന്നത് അതിലേക്ക് മനസ്സിനെ ചേർത്ത് വെച്ചുകൊണ്ട് അതിലേക്ക് മനസ്സിനെ ലയിപ്പിക്കുന്നത് ഒരു മരണം. ഇതിനെ ബ്രഹ്മനിർവാണം എന്ന് പറയും. അപ്പം മനസ്സിനെ സമബുദ്ധിയിലേക്ക് കൊണ്ടുവന്ന് ആ മനസ്സിനെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായിരിക്കുന്ന ഭഗവാനിലേക്ക് ചേർക്കുമ്പോൾ അയാൾക്കുണ്ടാവുന്നത് ബ്രഹ്മനിർവാണമാണ്. എന്നാൽ മറ്റൊരാൾക്കോ, ആ അവസ്ഥയിലേക്ക് എത്താൻ പറ്റാത്ത ഒരാൾക്കോ, ഏത് അഗ്രണിർ വീരശേതവൃത്ത, ഒന്ന് മരണത്തെ അതിവർത്തിക്കുന്ന രീതിയിൽ കടന്നു പോകലും, രണ്ടാമത്തത് തൻ്റെ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് കടമ അനുഷ്ഠിച്ചുകൊണ്ട് മരണത്തെ പോലും ഭയപ്പെടാതെ മരണത്തെ അഭിമുഖീകരിക്കുന്നതും. ഭഗവാൻ ഗീതയിൽ അർജുനനോട് പറയുന്നുണ്ടല്ലോ, അർജുന, നീ ദുർബലനായാലും മരിക്കും, ധീരനായാലും മരിക്കും. തൻ്റെ കടമ നിർവഹിച്ചുകൊണ്ടാണ് നീ മരിക്കുന്നതെങ്കിൽ നിനക്ക് സ്വർഗം കൈവരിക്കാൻ സാധിക്കും എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ധീരരായിട്ടും മരിക്കാം, അല്ലെങ്കിൽ ഭീരുക്കളായിട്ടും മരിക്കാം. അപ്പം മരണം എന്ന് പറയുന്നത്, ആ പ്രക്രിയ എന്ന് പറയുന്നത് ശരീരത്തിനാണ് സംഭവിക്കുന്നതെങ്കിലും അത് മനസ്സ് എനിക്കുള്ളതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തളരുന്നത് മുഴുവൻ ശരീരമാവില്ല. ആരായിരിക്കും? മനസ്സായിരിക്കും. മനസ്സിനെ സംബന്ധിച്ച് ജനനവുമില്ല, മരണവുമില്ല. പക്ഷെ മനസ്സിനെ സംബന്ധിച്ച് എന്തുണ്ട്? അത് പ്രകടമാവുന്നുണ്ട്, അത് ലയിക്കുന്നുണ്ട്. എവിടുന്ന് പ്രകടമായി? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിൽ നിന്ന് പ്രകടമായി. അതിനെ നിലനിർത്തുന്നതും ചൈതന്യമാണ്, അതിന് തിരിച്ചു പോവേണ്ടതും ചൈതന്യത്തിലേക്കാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ ജനന മരണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇറ്റ്സ് ഓൾ കൺസേൺഡ് വിത്ത് ഏതാണ്? ശരീരമാണ്. ജനിച്ചു എന്ന് പറയുന്നതും ബോഡിയാണ്, മരിക്കുന്നതും ബോഡിയാണ്. അതിനാണെങ്കിലോ ജനിക്കേണ്ടതും മരിക്കേണ്ടതുമാണ്. അതിന് ജാതം ചെയ്യണം, അതിന് മൃത്യുവിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് ഓരോ നിമിഷവും നിങ്ങളൊന്ന് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഓരോ നിമിഷവും നിങ്ങളുടെ ഉള്ളിൽ ജനന മരണം നടക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഓരോ സെല്ലുകൾ ജനിക്കുന്നുണ്ട്, ഒരു സെല്ല് മരിക്കുന്നുണ്ട്. ജനന മരണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ നിമിഷവും. നിങ്ങൾ കഴിക്കുന്ന ആഹാരം അവിടെ എത്തുമ്പോഴേക്കും അത് മരിച്ചു കഴിഞ്ഞു, അതിനെ ദഹിപ്പിച്ചു അല്ലേ, അതിനെ മലമൂത്ര വിസർജനങ്ങളാക്കി, അതിനെ പുറത്തേക്ക് തള്ളി, വീണ്ടും അത് മറ്റൊരു രീതിയിൽ വരണോ. ഇപ്രകാരം നമ്മൾ നോക്കുമ്പോണ്ടല്ലോ ജനനവും മരണവും ഓരോ നിമിഷവും ഈ പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിച്ച് സമയം കളയാൻ പാടില്ല. ഇതെന്തുകൊണ്ട് സംഭവിച്ചു മരണം, ഇതെങ്ങനെ സംഭവിക്കണോ മരണം, എന്തുകൊണ്ട് ഞാൻ മരിക്കണോ? നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കണം. പക്ഷെ ആർക്കില്ല? മനസ്സിനുമില്ല, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിനും. ഇത് നല്ലവണ്ണം ഉറപ്പിച്ചിട്ട് വേണം നമ്മുടെ ജീവിതം കൊണ്ട് നടക്കാൻ. ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അച്ഛേദ്യോയമദാഖ്യോയം അക്ലേദ്യോ ശോഷ്യയേവച നിത്യ സർവഗതസ്ഥാണോ അചലോയം സനാതനാം ദേഹി നിത്യമവദ്യോയം ദേഹേ സർവസ്യ ഭാരതാം. കേട്ടിട്ടില്ലേ ഗീതയിലെ ഈ ശ്ലോകങ്ങളൊക്കെ? ഈ ദേഹി നിത്യമാണ്, ഈ ദേഹത്തിന് നശിച്ചേ പറ്റുള്ളൂ. നജായതേ മ്രിയതേ വാ കദാചിൽ. ഇത് ജനിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല എന്നൊക്കെ പറയുമ്പോൾ മനസ്സിനും ജനനമരണമില്ല, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിനും ജനനമരണമില്ല എന്ന് മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞ് ആ അസുരന്മാർക്ക് ആത്മീയ ഉപദേശം കൊടുത്ത് അവരെ ഒന്ന് ഉയർത്തി. ഇന്ദ്രനോടും മറ്റും ശത്രുത പറഞ്ഞുകൊണ്ടല്ല ഉയർത്തുന്നത്, ആത്മീയമായ തത്വങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇത് തന്നെയാണ് ഭാരതീയ സ്വാതന്ത്ര്യ സമരത്തിന് പ്രേരണ കൊടുത്തത് പറയണം. നമ്മുടെ പൂർവികന്മാരുണ്ടല്ലോ, സ്വാതന്ത്ര്യ സമര സമയത്ത് മറ്റുള്ളവർക്കൊക്കെ പ്രേരണ കൊടുത്ത് ഈ ഇങ്ങനെയുള്ള ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്. ബ്രിട്ടീഷുകാരെ നമ്മൾ അഭിമുഖീകരിക്കണം, വിരോധം കൊണ്ടാവരുത്, വിദ്വേഷം കൊണ്ടാവരുത്. പിന്നെ എന്തുകൊണ്ട് വേണം? നല്ലവണ്ണം ആത്മഫലം മനസ്സിൽ ഊന്നിക്കൊണ്ട് വേണം. ഈ ശരീരം ജനിച്ചു മരിച്ചതാണ്, ബ്രിട്ടീഷുകാരൻ്റെ ശരീരവും ജനിച്ചു മരിച്ചതാണ്. എൻ്റെ മനസ്സിനും നാശമില്ല,
അവൻ്റെ മനസ്സിനും നാശമില്ല. ഇങ്ങനെയൊക്കെയാണ് ഭാരതീയ സംസ്കാരം ഉണർത്തിയിട്ടുള്ളത്, ഉയർത്തിയിട്ടുള്ളത്. ഇത് തന്നെയാണ് നമ്മൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. വളരെ വിഷമത്തോടു കൂടിയിട്ട്, വളരെ വേദനയോട് കൂടിയിട്ട് ആചാര്യ വിനോബാവെ പറയും, മരിച്ചു കിടക്കാൻ പോകുന്ന ഒരു രോഗിയോട് ഡോക്ടർക്ക് പറയാൻ നാണം മരിക്കുന്നു, പറഞ്ഞു കൊടുക്കണം ഈ കുടം പൊട്ടാൻ പോവുകയാണ് എന്ന്. ഇനിയെങ്കിലും അങ്ങയുടെ മനസ്സിനെ അങ്ങൊന്ന് ഈശ്വര വിചാരം വെച്ചിട്ട് ഉയർത്തൂന്ന്. അതിന് പകരമുണ്ടല്ലോ പറഞ്ഞു കൊടുക്കില്ല. അയ്യോ മരിക്കുന്നു പറഞ്ഞു പോകരുതെന്ന്. മരിക്കുന്നു പറഞ്ഞാൽ ആൾ അടിച്ചു പോവില്ലേ എന്ന്. ശരിയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ മരിക്കുന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കുമ്പോഴേക്കും ചത്തുപോകും മനുഷ്യൻ. കാരണം അത്രമാത്രം ഈ ശരീരമാണ് സത്യം, ശരീരമാണ് സത്യം എന്നങ്ങോട്ട് കുട്ടിക്കാലത്തെ ഉറപ്പിച്ച് ശരീരത്തിന് വല്ലതും സംഭവിക്കുമ്പോഴേക്കും മനസ്സ് തളരുന്നു. അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാരതീയ സംസ്കാരം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഈ സാധനം ഉണ്ടായി നിലനിന്ന് പൊട്ടുന്ന ഒരു കുമിളയാണ്. എന്നാൽ ഇതിനെ ഉണ്ടാവാനും നിലനിർത്താനും ഇത് പോയാലും നിലനിൽക്കുന്നതുമെല്ലാം ഒരു മനസ്സുണ്ട്. ആ മനസ്സിൻ്റെ പിന്നിലൊരു ചൈതന്യമുണ്ട്. അതിനെ സ്പർശിക്കാൻ, അതിനെ നശിപ്പിക്കാൻ ഇതിനൊന്നും സാധ്യമല്ലെന്ന് മനസ്സിലാക്കൂ.